എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താമസ സാക്ഷ്യപത്രത്തിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഗൂഗിളിൽ ILGMS എന്ന് കൊടുത്തതിന് ശേഷം വരുന്ന പേജിൽ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ആധാർ ഒതൻറ്റിക്കേഷൻ ക്ലിക്ക് ചെയ്ത് തുടരുക എന്ന് കൊടുക്കുക. അപേക്ഷകൻ്റെ വിവരങ്ങളൊക്കെ ആധാർ കാർഡിലുള്ളതുപോലെ കൊടുത്തിട്ടാണ് അപേക്ഷ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ആധാർ കാർഡിലുള്ളതുപോലെ പേര് കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID ശരിയായത് കൊടുക്കുക. കൈവശം അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ നമ്പർ ക്യാപ്ച കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. യൂസർ നെയിമായിട്ട് മൊബൈൽ നമ്പറാണ് വരിക, മൊബൈൽ നമ്പർ കൊടുക്കുക. ശേഷം പാസ്വേഡ് കൊടുക്കുക. ക്യാപ്ച കോഡും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ലോഗിൻ ചെയ്യാം. ഒരു ആധാർ നമ്പറിൽ ഒരു പ്രാവശ്യം മാത്രമാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഐഡിയും പാസ്വേഡും നോട്ട് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ശേഷം അപേക്ഷകൻ്റെ പേഴ്സണൽ വിവരങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ILGMS സൈറ്റ് വഴി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ താമസ സാക്ഷ്യപത്രത്തിനുള്ള അപേക്ഷ എങ്ങനെ സമർപ്പിക്കാമെന്നാണ് നോക്കുന്നത്. താമസ സാക്ഷ്യപത്രത്തിനുള്ള അപേക്ഷ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അപേക്ഷകൻ്റെ ജില്ല, ഓഫീസിൻ്റെ തരം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിൻ്റെ പേര് പഞ്ചായത്താണെങ്കിൽ ഏത് പഞ്ചായത്താണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അപേക്ഷകയുടെ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ തരം സെലക്ട് ചെയ്യുക. ഇൻഡിവിജ്വൽ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്, അഥവാ വ്യക്തിഗതം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം പൊതുവിഭാഗം കൊടുത്തതിന് ശേഷം അടുത്തത് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് ഐഡൻറ്റിഫിക്കേഷൻ വിവരങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് ചൂസ് ചെയ്യുക, ആധാർ നമ്പർ കൊടുക്കുക. ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ അപേക്ഷകൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകൻ്റെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID അവൈലബിൾ ആണെങ്കിൽ മെയിൽ IDയും കൊടുക്കുക. മേൽവിലാസം കൊടുക്കുമ്പോൾ അപേക്ഷകൻ താമസിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന അതേ പഞ്ചായത്ത് പരിധിക്കുള്ളിലാണെങ്കിൽ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു പഞ്ചായത്തിലാണെങ്കിൽ കേരളത്തിനുള്ളിൽ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം വീട്ടുപേര്, സ്ഥലപ്പേര്, അതുപോലെ തന്നെ വാർഡ് നമ്പർ, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി കൊടുക്കുക. പിൻകോഡ് ഡിഫോൾട്ടായിട്ട് അവിടെ വരുന്നതാണ്. സ്ഥിരമേൽവിലാസം അതുതന്നെയാണെങ്കിൽ അവിടെ സ്ഥിരമേൽവിലാസത്തിന് സമാനമാണ് എന്ന ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന സെയിം വിവരങ്ങൾ തന്നെ താഴെയും ആഡായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ശേഷം സേവ് കൊടുത്ത ശേഷം പ്രൊസീഡ് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ എന്തിനു വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് സമർപ്പിക്കുന്നത് എന്നാണ് കൊടുക്കേണ്ടത്. താമസ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താമസ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം വരുന്ന ഭാഗത്ത് അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഭാഗമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷകൻ്റെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. താമസ സാക്ഷ്യപത്രത്തിന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷകൻ്റെ ആധാർ കാർഡ്, സ്വന്തമായി ഭൂമിയുള്ള വ്യക്തിയാണെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് കറണ്ട് ഇയറിലത്, അതുപോലെ തന്നെ അപേക്ഷകൻ്റെ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ റേഷൻ കാർഡ്, വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ വാടക കരാറ്, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള വൈറ്റ് പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ ഡിക്ലറേഷനകത്ത് അപേക്ഷകൻ താമസിക്കുന്ന പഞ്ചായത്തിൻ്റെ വിവരങ്ങളും എത്ര കാലമായി താമസിക്കുന്നുണ്ട് എന്നുള്ളതും എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എന്നുള്ളതുമായ വിവരങ്ങളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഡോക്യുമെൻറ്റുകളെല്ലാം 1 MBയിൽ കുറവ് JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്.
ഡോക്യുമെൻ്റ് പേര് കൊടുത്തതിന് ശേഷം ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായി അറ്റാച്ച് ചെയ്തതിന് ശേഷം അപേക്ഷകൻ അപേക്ഷ സമർപ്പിക്കുന്ന വാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ കത്തിടപാടുകൾക്കുള്ള മാർഗം എന്ന ഓപ്ഷനകത്ത് ഉപഭോക്തൃ ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമാണ് അപ്രൂവലായ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് പിന്നീട് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക. ഡോക്യുമെൻറ്റുകൾ കൃത്യമായി ക്ലിയർ ആയിട്ടുള്ള കോപ്പി തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപേക്ഷയുമായി ബന്ധപ്പെട്ട വാർഡ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷ സമർപ്പിക്കുന്ന ലോക്കൽ ബോഡി വരുന്ന വാർഡാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കത്തിടപാടുകൾക്കുള്ള മാർഗം എന്ന ഓപ്ഷനകത്ത് രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ ഇൻബോക്സ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ശേഷം സേവ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ഓൾറെഡി എഴുതി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ അഥവാ സെൽഫ് ഡിക്ലറേഷനാണ് വീണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സൈറ്റിലേക്ക് ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ശേഷം ഫീസ് വരുന്നുണ്ട്. 5 രൂപയാണ് ഫീസ്. അപേക്ഷയുടെ ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ വരുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോകുന്നത്. ഓൾറെഡി കൊടുത്തിരിക്കുന്ന അപേക്ഷയുടെ പ്രിവ്യൂ പേജ് അവിടെ വരുന്നതാണ്. വിവരങ്ങൾ കൊടുത്തിരിക്കുന്നതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് സമർപ്പിക്കുക എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം വരുന്നത് പേയ്മെൻറ്റിൻ്റെ ഗേറ്റ്വേ പേജിലേക്കാണ്. 5 രൂപയാണ് ഫീസ് വരുന്നത്. പേ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ പേജിലേക്ക് വരുന്നതാണ്. ശേഷം വരുന്ന ഭാഗത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് 5 രൂപ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി അപേക്ഷ ഓട്ടോമാറ്റിക്കായിട്ട് സബ്മിറ്റ് ആവുന്നതാണ്. ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും കൈപ്പറ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൈപ്പറ്റ് റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ ഏറ്റവും മുകളിലെ ILGMSൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫയലിങ്ങിൽ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ അപ്രൂവൽ ആകുകയാണെങ്കിൽ അപേക്ഷ സമർപ്പിച്ച പ്രൊഫൈലിൽ തന്നെ ഇൻബോക്സിൽ മറ്റ് കത്തിടപാടുകൾ എന്നുള്ള ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.